നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. KCBC ബൈബിൾ കമ്മീഷൻ പാലാരിവട്ടം POCയിൽ വെച്ച് എല്ലാ ബുധനാഴ്ചകളിലും ബൈബിൾ ക്ലാസുകൾ ആരംഭിക്കുന്നു. ബൈബിളിനെ കുറിച്ചുള്ള ശരിയായ അറിവും വ്യാഖ്യാനവും പകർന്നു നൽകുക എന്നതാണ് ഈ ക്ലാസുകളുടെ ലക്ഷ്യം. പഴയ നിയമ പുസ്തകങ്ങളുടെ പ്രസക്തി എന്ന വിഷയമാണ് ഈ വർഷത്തെ ക്ലാസുകളുടെ മുഖ്യ പ്രമേയം. ഈ വർഷത്തെ ആദ്യ ബാച്ച് ഉദ്ഘാടനം ജൂൺ 3-ാം തീയതി KCBC ബൈബിൾ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ മാർ ജോസ് പുളിക്കൽ നിർവഹിക്കും. ജൂൺ 10-ന് ആദ്യ ബാച്ചിന്റെ ക്ലാസുകൾ ആരംഭിക്കും. കേരളത്തിലെ പ്രശസ്ത ബൈബിൾ പണ്ഡിതന്മാർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. 2027 മാർച്ചിൽ ക്ലാസുകളുടെ സമാപനത്തിൽ KCBCയുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. ഉച്ചകഴിഞ്ഞ് 5:45 മുതൽ 7:30 വരെയാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കോഴ്സിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ POCയിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വെള്ളിക്കുളം പള്ളിയിൽ മാതാവിന്റെ വണക്കമാസ സമാപനം ഭക്തിസാന്ദ്രമായി നടത്തപ്പെട്ടു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മരിയൻ ഗ്രോട്ടോയിലേക്ക് ആഘോഷമായ ജപമാല പ്രദക്ഷിണം നടന്നു. ഇടവകയിലെ മാതൃവേദി അംഗങ്ങളാണ് മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചത്. ജപമാല പ്രാർത്ഥന, വണക്കമാസ പ്രാർത്ഥന, ലതീഞ്ഞ് എന്നിവ നടത്തപ്പെട്ടു. വികാരി ഫാദർ സ്കറിയ വേഗത്താനും പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് നേർച്ച വിതരണം നടന്നു. കിഴക്കൻ മലയോര മേഖലയിലെ പ്രശസ്തമായ ഗ്രോട്ടോയാണ് വെള്ളിക്കുളം പള്ളിയുടെ മാതാവിന്റെ ഗ്രോട്ടോ. ഇടവക വികാരിയായിരുന്ന ഫാദർ ഗീവർഗീസ് ചെല്ലങ്കോട്ടച്ചന് ദർശനം കിട്ടിയതിന് പ്രകാരമുണ്ടാക്കിയ ഗ്രോട്ടോയാണിത്. 80 വർഷത്തെ പഴക്കമുള്ള ഈ ഗ്രോട്ടോയിലെ അത്ഭുത നീരുറവയുടെ സാന്നിധ്യം സൗഖ്യം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നിരവധി തീർത്ഥാടകരാണ് ഈ ഗ്രോട്ടോ സന്ദർശിക്കുവാനായി എത്തുന്നത്. മാതാവിന്റെ വണക്കമാസ സമാപനത്തിന് 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ലിയോ 14 മാർപ്പാപ്പയുടെ ആദ്യ ചാക്രിക ലേഖനമായ മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസിന്റെ ഓഡിയോ ബുക്ക് വത്തിക്കാൻ റേഡിയോയുടെ ഇംഗ്ലീഷ് എഡിറ്റോറിയൽ ടീം പുറത്തിറക്കി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യന്റെ വ്യക്തിത്വത്തെയും സ്വാതന്ത്ര്യത്തെയും കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ ഔദ്യോഗിക രേഖ 7 ഓഡിയോ ഫയലുകളായാണ് വത്തിക്കാൻ ന്യൂസ് ലഭ്യമാക്കിയിരിക്കുന്നത്. സിസ്റ്റർ ബെർണാഡറ്റ് പ്രൈസും വത്തിക്കാൻ ഇംഗ്ലീഷ് ന്യൂസ് ടീമും ചേർന്നാണ് ഇതിന് ശബ്ദം നൽകിയിരിക്കുന്നത്. മെയ് 25-നാണ് ചാക്രിക ലേഖനം ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചത്. വേൾഡ് മെഡിക്കൽ അസോസിയേഷന്റെ ഡിക്ലറേഷൻ ഓഫ് തായ്പേ പരിഷ്കരിക്കുന്നതിനായി ഒത്തുകൂടിയ വിദഗ്ധർക്ക് അയച്ച സന്ദേശത്തിൽ ഹെൽത്ത് ഡാറ്റാബേസുകളുടെയും ബയോ ബാങ്കുകളുടെയും ധാർമ്മിക സുരക്ഷ ഉറപ്പാക്കണമെന്ന് ലിയോ 14 മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. സാങ്കേതികവിദ്യ അതിവേഗം വളരുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കിയ മാർപ്പാപ്പ വ്യക്തികളെ വെറും ചൂഷണത്തിനുള്ള വിവരശേഖരമായി മാത്രം കാണുന്ന പ്രവണതയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകി. പൊന്തിഫിക്കൽ അക്കാദമി ഫോർ ലൈഫിന്റെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് റെൻസോ പെഗോരാരോയ്ക്ക് അയച്ച ഈ സന്ദേശത്തിൽ സ്വകാര്യതയും പൊതുനന്മയും ഒരുപോലെ ഉറപ്പാക്കുന്ന നയങ്ങൾ രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും പാപ്പ എടുത്തു പറഞ്ഞു. മെക്സിക്കോയിലെ ചിയാപ്പാസ് സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന സംഘടിത കുറ്റകൃത്യങ്ങളിലും അക്രമങ്ങളിലും ശക്തമായ പ്രതിഷേധവുമായി കത്തോലിക്ക മെത്രാൻമാർ രംഗത്തെത്തി. പ്രശസ്തമായ അവർ ലേഡി ഓഫ് ഗാഡലൂപ്പ ബസിലിക്കയിലേക്കുള്ള വാർഷിക തീർത്ഥാടനത്തോടനുബന്ധിച്ച് സംയുക്തമായി പുറപ്പെടുവിച്ച സന്ദേശത്തിലാണ് മെത്രാൻമാർ അക്രമികൾക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. ഗുട്ടറസ് അതിരൂപത, സാൻ ക്രിസ്റ്റോബൽ ഡി ലാസ് കാസാസ് രൂപത, തബാചുല രൂപത എന്നിവയുൾപ്പെടുന്ന ചിയാപ്പാസ് പ്രവിശ്യയിലെ ബിഷപ്പുമാരാണ് സമാധാനത്തിനായി ഈ സംയുക്ത പ്രഖ്യാപനം നടത്തിയത്. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.